ഞാൻ കരൂരിലേക്ക് പോവുകയാണ്. ഇന്ന് വളരെ നിർണായകമായ ദിവസമാകാനിരിക്കുകയാണ് കരൂരിൽ. കാരണം നമുക്കറിയാം മദ്രാസ് ഹൈക്കോടതിയിൽ 2 ഹർജി നിലവിൽ പോയിട്ടുണ്ട് കരൂരിലെ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട്. ഒന്ന്, വിജയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് DMK സർക്കാരിനെതിരെ പോലീസ് അന്വേഷണം പോരാ, അത് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് TVK വിജയുടെ പാർട്ടി സമർപ്പിച്ച ഹർജിയും കൂടി ഇന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. ഒപ്പം CPMന്റെ നേതൃത്വത്തിലുള്ള സംഘം, അവിടെ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘം കരൂരിലെ ജനതയ്ക്ക് ആശ്വാസമേകാൻ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ അറിയാം. സച്ചിൻ വള്ളിക്കാട് കൂടി ചേരുന്നുണ്ട് പാലക്കാട് നിന്നും. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിൻഷ. പാലക്കാടല്ല, കരൂരിലെത്തിയിട്ടുണ്ടല്ലേ? തീർച്ചയായും. അപ്പോൾ ഇന്ന് നിർണായകമായ ദിവസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് 2 ഹർജി തന്നെയാണ്. ഒന്ന്, വിജയ്ക്കെതിരായ ഹർജി, ഒപ്പം DMK സർക്കാരിനെതിരെ വിജയ് നൽകിയ ഹർജി. ഏത് രീതിയിലായിരിക്കും മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവുക? വിൻഷ, കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഇത്തരത്തിലൊരു ഹർജി മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ച് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായും TVK, അതായത് തമിഴ് വെട്രിക്കഴകം, വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴ് വെട്രിക്കഴകവും അതേപോലെ തന്നെ ഒരു പൊതു താൽപര്യ ഹർജിയുമാണ് നിലവിൽ ഹൈക്കോടതി മുൻപാകെ ഉള്ളത്. ഇതിൽ തമിഴ് വെട്രിക്കഴകം, വിജയുടെ രാഷ്ട്രീയ പാർട്ടി പ്രധാനമായും ആവശ്യപ്പെടുന്നത് സമഗ്രമായ അന്വേഷണം വേണം, ഗൂഢാലോചനയുണ്ട്, ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൂഢാലോചനയുണ്ട് എന്ന കാര്യമാണ് TVK നേതാക്കൾ ഉന്നയിക്കുന്നത്. നിലവിൽ ഈ കേസ്, അതായത് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസ് CBI അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയാണ് ഹൈക്കോടതി മുൻപാകെ TVK നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഒരു പൊതു താൽപര്യ ഹർജിയും നിലവിൽ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇനി വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ റാലികൾ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയുമാണ് നിലവിൽ കോടതിയിലുള്ളത്. അതിനാൽ തന്നെ മദ്രാസ് ഹൈക്കോടതിയുടെ ഇന്നത്തെ തീരുമാനം വളരെ നിർണായകമാണ്. കാരണം TVK, തമിഴ് വെട്രിക്കഴകം, അതായത് വിജയ്ക്കും അതേപോലെ തന്നെ DMK, തമിഴ്നാട് സർക്കാരിനും നിർണായകമായ ദിവസം തന്നെയാണ് ഇന്ന് എന്നത് തന്നെയാണ് നമ്മൾ രാഷ്ട്രീയ ഉറ്റുനോക്കുന്ന ഒരു സംഭവം. മാത്രമല്ല, വിൻഷ പറഞ്ഞതുപോലെ തന്നെ CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് തമിഴ്നാട് കരൂർ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. പ്രധാനമായും CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളുടെയൊക്കെ നേതാവായ U വാസുകി, അതുപോലെ തന്നെ MPമാരായ K രാധാകൃഷ്ണൻ, V ശിവദാസൻ, സച്ചിദാനന്ദം തുടങ്ങിയവരും ഈ സംഘത്തിലുണ്ട്. നിലവിൽ ഇന്ന് രാവിലെ 9 മണിയോടുകൂടെ MA ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘം കരൂരിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളും അതേപോലെ തന്നെ മറ്റ് മേഖലകളൊക്കെ, അതായത് ദുരിതബാധിതർ, മരണപ്പെട്ടവരുടെ വീട് ഒക്കെ സന്ദർശിക്കുന്നുണ്ട്. എന്നാൽ പോലും കരൂരിലെ ആളുകൾക്ക് ഇപ്പോഴും ഈ ദുരന്തത്തിൻ്റെ ഭീതി മാറിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കരൂരിലെ ഒരു ഓട്ടോ തൊഴിലാളി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താ അന്നത്തെ ദിവസത്തെ എന്താ സംഭവിച്ചത്? தமிழ் கேளுங்க. என் பேர் ராஜா. கரூரில் நடந்த சம்பவத்துக்கு ஆழ்ந்த இரங்கலை தெரிவித்துக் கொள்கிறேன். அந்த சம்பவத்துக்கு செந்தில் பாலாஜி இல்லை அப்படின்னா இறப்பு அதிகமாக இருந்திருக்கும். முதல்வர் வந்து விரைவாக வந்து அதை செயல்பட்டதுனால இறப்பு விகிதம் குறைவு. அவரோட கட்சி மாவட்ட செயலாளரும் விஜயமும் இங்கிருந்து சென்னை ஓடி போயிட்டாங்க. இவங்க வந்து இங்கே வந்து அதை முன்னெடுத்து அதை செயல்படுத்தலைன்னா இறப்பு விகிதம் அதிகமாக இருக்கும். அதை கருத்தில் கொண்டு தேவையில்லாத வதந்திகளை கிளப்பி பொதுமக்களை குழப்பம் வைக்க வேணாம்னு சொல்லி வேண்டி விரும்பி கேட்டுக்கொள்கிறேன். 41 பேர் இறந்துருக்காங்க. விஜயமும் சென்னை போயிட்டார். ஒரு கட்சி தலைவர் இருந்து பார்த்துருக்கணும், பார்க்கல, அவர் போயிட்டார். செந்தில் பாலாஜி இல்லைன்னா இறப்பு விகிதம் அதிகமாக இருக்கும். செந்தில் பாலாஜி இருந்து தக்க சமயத்தில் உணவு எல்லா கடைகளில் க்ளோஸ், உணவு தண்ணி எல்லாம் டெலிவரி பண்ணி எல்லா ஹாஸ்பிட்டலுக்கும் அவர் சொந்த பணத்திலேயே கொடுத்து சரி பண்ணி மக்களை காப்பாற்றிருக்காரு செந்தில் பாலாஜி. முதல்வர் வந்தார், அதுக்கப்புறம் வந்து தீவிர சிகிச்சைக்கெல்லாம் ஏற்பாடு பண்ணி உயிரை காப்பானதே திமுக தான். அந்த பிரதானமாக அந்த திறக்கு அந்த தாவேகா மாவட்ட செயலாளர் அவருக்கு தெரிஞ்ச டெக்ஸ்டைல்ஸ் எல்லாம் லீவ் விட சொல்லி
கும்பலை சேர்த்தணும் அப்படிங்கிறதுக்காக அந்த வேலையை செஞ்சதாக பொதுமக்கள் சொல்கிறாங்க. அவங்க லீவ் விட்டாங்க, அதனால் நாங்கள் அங்கே போனோம். அந்த கும்பலுக்குள்ளே போகும்பொழுது வெளியூர்லேருந்து அப்படியே வந்துட்டாங்க. நாமக்கல்லேருந்து விஜய் கூட்டிகிட்டே வந்துட்டார். கூட்டிகிட்டு வந்து உள்ளே வந்து வெளியூர்காரங்களுக்கு எங்கிட்டு போகிறதுன்னு தெரியல. அது பெரிய பெரிய இடம். அது எந்த குதிரை ரேஸ்லேருந்து எடப்பாடி வேறு எந்த கட்சிக்கு வந்தாலும் அங்கே தான் மீட்டிங் போடுவாங்க. அவங்க சொல்லி கேட்ட உழவர சந்தையமும் லைட் ஹவுஸ் காரணம் கொடுத்தா 4000 பேர் டெத் ஆகிருப்பாங்க. அதனால தான் கவர்மெண்ட் அந்த இடத்த கொடுக்கல. எல்லா ஃபங்க்ஷனும் அங்கே தான் நடக்கும். குதிரை ரேஸு பப்ளிக் ஏதாவது விழாவுனா அங்கே தான் நடக்கும். அவங்க கேட்டதெல்லாம் 4000 பயங்கரமான சேதம் ஆகிருக்கும். அதை தெரியாமல் இவங்க வந்து அரசியல் பண்ணிக்கிட்டு அது இதுன்னு பேசிட்டு தேவையில்லாமல் திமுக மேலே வதந்திகளை கிளப்பிட்டுருக்காங்க. திமுக இல்லைன்னா உயிரிழப்பு அதிகமாக இருக்கும். ആളുകൾ വന്നത് വിജയ് കാണാനാണ്. விஜய் ரசிகர் தான், அது ஓட்டராக கிடையாது. തീർച്ചയായും വിൻഷ അത് തന്നെയാണ്. കാരണം വിജയ് എന്ന നടനെ കാണാൻ വേണ്ടി മാത്രമാണ് ആളുകൾ വന്നത് എന്ന് തന്നെയാണ് നമ്മുടെ കരൂരിലെ ഓട്ടോ തൊഴിലാളിയായിട്ടുള്ള രാജ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പ്രധാനമായും ഈ ഇത്തരത്തിൽ ഒരു പ്രശ്നം, അതായത് കരൂരിലെ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ കൃത്യമായി തമിഴ്നാട് കരൂർ MLA ആയിട്ടുള്ള സെന്തിൽ ബാലാജി കൃത്യമായി ഇടപെട്ടു എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. മാത്രമല്ല ഈ ലൈറ്റ് ഹൗസ് മൈതാനത്താണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നതെങ്കിൽ 4000-ഓളം ആളുകൾ അന്ന് മരണപ്പെട്ടേനെ എന്ന കാര്യവും ഈ കരൂരിലെ നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. കാരണം അത്രയും ആളുകൾ അന്ന് ഒഴുകിയെത്തിയിരുന്നു. അത് പ്രധാനമായും TVK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടല്ല, നേരെ മറിച്ച് വിജയ് എന്ന നടനെ കാണാൻ വേണ്ടി മാത്രമാണ് എത്തിയത് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. നമുക്കിപ്പോൾ ഈ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഫ്ലെക്സ് ബോർഡിലടക്കം തമിഴ്നാട്ടിൽ അന്ന് അപകടം ഉണ്ടായപ്പോൾ തന്നെ തമിഴ്നാട്ടുകാർ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളാണ്. പ്രധാനമായും 41 പേരാണ് മരിച്ചിട്ടുള്ളത് തമിഴ്നാട് കരൂരിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേങ്കിൽ ആദ്യ ദിനത്തിൽ 40 പേരായിരുന്നു 27-ാം തീയതി ഈ ദുരന്തമുണ്ടായ അന്ന് മരിച്ചത്. അതിനാൽ തന്നെ അന്ന് രാത്രിയോടുകൂടെ സ്ഥാപിച്ച ഫ്ലക്സാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 41 പേർക്കും ആദരാഞ്ജലികളും അതേപോലെ തന്നെ അവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലക്സാണ്. DMK ആണ് ഈ ഫ്ലക്സ് സ്ഥാപിച്ചത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോഴും തമിഴ്നാട്ടുകാരുടെ മനസ്സിൽ നിന്നും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി മാറിയിട്ടില്ല. അതുതന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. അന്ന് ഇത്തരത്തിൽ ഒരു ദുരന്തമുണ്ടായ സമയത്ത് വിജയുടെ ചെന്നൈയിലെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. കൃത്യമായ ഒരു മറുപടി വിജയ് പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞ് ആണ് വിജയ് കൃത്യമായ ഒരു മറുപടി പറഞ്ഞത്. അത് നവമാധ്യമത്തിലൂടെ ഓൺലൈനായി എത്തിയായിരുന്നു വിജയ് അതീവമായ ദുഃഖം സംഭവിച്ചു എന്ന രീതിയിലുള്ള ഒരു മറുപടി പറഞ്ഞത്. എന്നാൽ പോലും അതൊരു കൃത്യമായ മറുപടിയല്ല എന്ന് തന്നെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രധാനമായും ഉന്നയിക്കുന്നത്. നമുക്കറിയാം അന്ന് പുലർച്ചയോടുകൂടെ, അതായത് 27-ാം തീയതി വൈകിട്ട് 6:30 കരൂറിൽ ദുരന്തം സംഭവിക്കുന്നത്. വേലിച്ചാമിപുരത്തായിരുന്നു ഇത്തരത്തിൽ റാലി സംഘടിപ്പിച്ചത്. ആ റാലിയിൽ വെച്ചാണ് 39 പേർ സംഭവ സ്ഥലത്ത് വെച്ച് മരണപ്പെടുന്നത്. തുടർന്ന് 2 പേർ ചികിത്സയിൽ ഇരിക്കെയാണ് മരിച്ചത്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു. സച്ചിനാണ് കരൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഏതായാലും കരൂരിൽ ഇന്ന് നിർണായകമായ 2 ഹർജികൾ മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അതിലെന്ത് നിലപാടാണ് ഹൈക്കോടതി എടുക്കാൻ പോകുന്നത് എന്ന നിർണായകം തന്നെയാണ്. ഒപ്പം CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിൽ K രാധാകൃഷ്ണൻ MPയും V ശിവദാസൻ MPയും അടങ്ങുന്ന സംഘം ഇന്ന് കരൂരിലെത്തുകയാണ്. അവിടെ ചെന്ന മനുഷ്യന്മാരെ കാണുക, അവരോട് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ അവരെ കൂടെ നിർത്തുന്നു, അല്ലെങ്കിൽ അവരുടെ സങ്കടത്തിൽ ഞങ്ങളുമുണ്ട് എപ്പോഴും എന്ന പറയൽ തന്നെയാണ്. കാരണം ഒരു ദുരന്തം കഴിഞ്ഞ് അതിനെ അതിജീവിക്കുക, പെട്ടെന്നുണ്ടായ ദുരന്തമാണല്ലോ, അപ്രതീക്ഷിതമായി നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ഇല്ലാതാവുക എന്ന് പറയുന്ന ഒരു സങ്കടം എത്രത്തോളം ഉണ്ട് എന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരവസ്ഥയാണ്. ആ ഒരു കുഞ്ഞു എൻ്റെ കുഞ്ഞു മരിച്ചത് വിശന്നിട്ടാണോ, മരിക്കുന്നതിന് മുൻപ് എൻ്റെ കുട്ടിക്ക് വിശന്നിരുന്നോ എന്ന് ചോദിച്ച് കരയുന്ന ഒരമ്മയുടെ ചിത്രമൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്നും വേദനയാണ്. അതൊന്നും കുറേ കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകാൻ പോകുന്നില്ല. അപ്പോൾ ആ സങ്കടം പേറുന്ന മനുഷ്യന്മാർക്കിടയിലേക്ക് ഇന്ന് CPM സംഘം ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘം കൂടെ അവരെ ആശ്വസിപ്പിക്കാനായി പോവുകയാണ്. അവരെ കാണാൻ പോകുന്നതും അവരോട് ചേർന്ന് നിൽക്കുന്നതും അവരുടെ സങ്കടങ്ങളിൽ ഞങ്ങളുമുണ്ട്, സന്തോഷത്തിൽ മാത്രമല്ല സങ്കടത്തിലും നമ്മൾ കൈകോർത്ത് പിടിക്കേണ്ടവരാണ്, അങ്ങനെയാണല്ലോ നമ്മൾ മനുഷ്യന്മാരാകുന്നത് എന്നുകൂടെ തെളിയിക്കുകയാണ്. ഏതായാലും അവരും ഇന്ന് കരൂരിലെത്തുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ കരൂരിൻ്റെ ഒരു പൊതുചിത്രമാണ് സച്ചിൻ വള്ളിക്കാട് രാവിലെ തന്നെ നമ്മളുമായി പങ്കുവച്ചത്.